ഞാനിപ്പോ ആലുവയില് ഒരു ആദിപരാശക്തി ദേവി ക്ഷേത്രത്തിലാണ്. ഇവിടെ ദേവിയുണ്ട്, പരാശക്തി ഉണ്ട്, ശിവന്റെ പ്രതിഷ്ഠയുണ്ട്, അതേപോലെ വിഷ്ണു പ്രതിഷ്ഠയുണ്ട്. ഞാൻ വരുമ്പോ പ്രതീക്ഷിച്ചില്ല, പക്ഷെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടെമ്പിൾ. നല്ലൊരു വളരെ മനോഹരമായ ടെമ്പിൾ. ഇതെനിക്ക് തോന്നുന്നു 14 ഏക്കറിലുള്ള ഒരു സ്ഥലത്താണ് ഈ അമ്പലം നിർമ്മിച്ചിരിക്കുന്നത്. 2.5 വർഷമായിട്ടുള്ളൂ ഈ അമ്പലം വന്നിട്ട്. അപ്പൊ ഞാനിങ്ങനെ വന്ന് തൊഴുതപ്പോ എനിക്ക് നിങ്ങളോടും കൂടി ഷെയർ ചെയ്യണം തോന്നി. അപ്പം ഞാനൊരു എന്താ പറയാ, പ്രിപ്പയർഡ് അല്ല, വ്ളോഗിന് വേണ്ടി പ്രിപ്പയർഡ് അല്ല, പക്ഷെ എന്നാലും എനിക്ക് പെട്ടെന്ന് നിങ്ങളോടും ഈ അമ്പലത്തിനെ കുറിച്ചിട്ട് പറയാനും ഷെയർ ചെയ്യാനും ഒരു ആഗ്രഹം. ഇപ്പൊ നമ്മുടെ അമ്പലത്തിലെ മാനേജർ ഇവിടെ ഉണ്ട്. അപ്പൊ ചേട്ടനോട് നമുക്ക് ചോദിക്കാം. ചേട്ടാ, ചേട്ടൻ അനിൽകുമാർ, ഞാൻ ഇവിടുത്തെ ഈ അമ്പലത്തിന്റെ മാനേജറാണ്. ചേട്ടാ, ഞങ്ങൾക്ക് നമുക്ക് ഒരുപാട് പേർക്ക് ഇതുപോലത്തെ ഈ അമ്പലത്തിനെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി ഒന്ന് പറയാമോ അമ്പലത്തിനെ കുറിച്ച്? ഈ അമ്പലം നമുക്കിപ്പോ ഒരു 2-2.5 വർഷമായി ഇവിടെ നമ്മള് പണിത് ഇവിടെ പൂജകൾ കാര്യങ്ങളും. അതിനു മുമ്പ് ഒരു 7 വർഷമായിട്ട് പൂജ നടക്കുന്നുണ്ട്. ദേവിയുടെ സാന്നിധ്യം ഉണ്ടെന്ന്, ദേവി പ്രശ്നവിധി പ്രകാരം നമ്മളിവിടെ അമ്പലത്തിൽ ദേവിയുടെ സാന്നിധ്യം ഉണ്ട്. ദേവിയുടെ ആദിപരാശക്തി അമ്പലം നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്തു. അവിടെ ഭഗവതിയുടെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വിഷ്ണുവിന്റെ അമ്പലം മെയിൻ ആയിട്ടുണ്ട്, ശിവകുടുംബമായിട്ടുണ്ട്. ഈ 3 കുടുംബം ഈ അമ്പലമാണ് നമുക്ക് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളത്. അത് കഴിഞ്ഞ് ഉപദേവതകൾ നമുക്ക് നാഗരാജാവുണ്ട്, നാഗേശി ഉണ്ട്, പിന്നെ സോമൻ, ആദിത്യൻ, പഞ്ചമുഖ ഹനുമാൻ, ഏകമുഖ ഹനുമാൻ, വൈഷ്ണവ ദേവി, അതെ രാധാകൃഷ്ണനുണ്ട്, ഭദ്രകാളി ഉണ്ട്, മുരുകനുണ്ട്, മുരുകൻ അതുണ്ട്, വള്ളിദേവിയുണ്ട്, പിന്നെ വീരഭദ്രനുണ്ട്. പിന്നെ നമുക്ക് മൂലസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു തനിയെ സെപ്പറേറ്റ് ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ശനി ഭഗവാൻ അതുണ്ട്, ശനീശ്വരനുണ്ട്, സ്പെഷ്യൽ ആയിട്ട്. എത്ര ഏക്കറിലുള്ള? ഇപ്പൊ അതൊരു 14 ഏക്കർ. ഇവിടെ എന്ത് പൂജയാണ് നമ്മളിപ്പോ ഇവിടെ ഇപ്പം ഭഗവതിക്ക് നമ്മൾ പൗർണമി പൂജ എല്ലാ മാസം ആ പൗർണമിക്ക് പൗർണമി പൂജയുണ്ട്. പിന്നെ തട്ടം സമർപ്പിക്കാന്നൊരു ഇതുണ്ട്. അത് നമ്മളെ വിചാരിച്ച കാര്യം സാധിക്കാൻ വേണ്ടിട്ട് ഭഗവതിക്ക് അത് ചെയ്യാറുണ്ട്. അപ്പൊ വിചാരിച്ച കാര്യം സാധിക്കണമെങ്കിൽ ഇവിടെ വന്ന് ദേവിക്ക് തട്ടം സമർപ്പിച്ചാല് പൗർണമി ദിവസം തട്ടം എപ്പോ വേണേ ചെയ്യാം. പൗർണമി പൂജയുണ്ട്, പൗർണമി പൂജ എന്ന് പറഞ്ഞൊരു പൂജയുണ്ട്. പിന്നെ താലി സമർപ്പണമുണ്ട് കല്യാണത്തിനുള്ള ഇതിനു വേണ്ടി. കല്യാണം നടക്കാൻ വേണ്ടിയുള്ളവരാണെങ്കിൽ താലി സമർപ്പിച്ചാൽ. പിന്നെ കാര്യസാധന വിഷ്ണുവിന്റെ അമ്പലത്തിൽ നാഴിയും പിടി അത് എല്ലാ വ്യാഴാഴ്ചയാണ് നടക്കുന്നത്. എല്ലാ വ്യാഴാഴ്ച 12 വ്യാഴാഴ്ച നമ്മളത് ചെയ്യുമ്പോൾ നമുക്കത് കാര്യസാധ്യത അതിനുവേണ്ടി ചെയ്യുന്ന കുടുംബ ഐശ്വര്യത്തിന് ചെയ്യുന്നതാണ്. പിന്നെ നമുക്ക് സുഹൃത ഹോമം അത് എല്ലാ അമ്പലങ്ങളിലും ഇല്ല, നമ്മുടെ അമ്പലത്തിൽ അത് കേട്ടിട്ടില്ല സുഹൃത ഹോമം. എല്ലാ മാസം 2ാമത്തെ ഞായറാഴ്ച നമ്മൾ ഇവിടെ നടത്തുന്നുണ്ട്. അതിന് നമുക്ക് 1000 പേരോളം നമുക്ക് ഇതിൽ വരാറുണ്ട് സുഹൃത ഹോമത്തിന്. അപ്പൊ അത് നടക്കും. പിന്നെ മൃത്യുഞ്ജയ ഹോമം വന്ന് കൂട്ടം മൃത്യുഞ്ജയ ഹോമം ശിവന്റെ അമ്പലത്തിലെ തനിയെ ചെയ്യാനുണ്ട്, അതുണ്ട്. പിന്നെ വരാഹി പൂജ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്ഥലങ്ങളുടെ സംബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങള് അതുപോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടി വരാഹി പൂജ അതിവിടെ നമുക്ക്. വരാഹി പ്രതിഷ്ഠ എന്നുള്ളതും ശനീശ്വരന്റെ പ്രതിഷ്ഠയും ഇവിടെ കുറച്ച് സ്പെഷ്യലാണ്. ശരിക്കും ഞാനും ഒരുപാട് അമ്പലങ്ങളിൽ പോവാറുണ്ട്. അപ്പം വാരാഹി അമ്മൻ എന്നുള്ളത് ഇപ്പൊ നമുക്കിപ്പോ ഒരുപാട് നമ്മൾ കേൾക്കുന്നുണ്ടാവും. എസ്പെഷ്യലി ആഫ്റ്റർ കൊറോണ ആണ് ഈ വാരാഹി അമ്മനെ കുറിച്ച് കൂടുതൽ നോളജ് വരുന്നത്. അതേപോലെ ശനീശ്വരന്റെ പ്രതിഷ്ഠയുണ്ട്. ശനീശ്വരൻ നവഗ്രഹ പൂജയുണ്ട്. സോ അപ്പം ഈ അമ്പലത്തിന്റെ പേര് നമ്മൾ ഗൂഗിളിൽ എന്ത് ടൈപ്പ് ചെയ്താലും ശക്തി രൂപേണ ആദിപരാശക്തി ടെമ്പിൾ ചൊവ്വര, ചൊവ്വരയാണ്. അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും അമ്പലത്തിലേക്ക് വരണം. താങ്ക് യു ചേട്ടാ, താങ്ക് യു. ഇവിടെ ഒരുപാട് ഇവിടെ തുടങ്ങുമ്പോ തൊട്ടുള്ള മേൽശാന്തി അദ്ദേഹം ഇവിടെ ഉണ്ട്. നമുക്ക് അദ്ദേഹത്തിനോട് ചോദിക്കാം എങ്ങനെയാണ് ഈ അമ്പലം ഇവിടെ വന്നത്, എന്താണ് കാരണം ഇവിടെ ഈ അമ്പലം വരാൻ, പിന്നെ പ്രതിഷ്ഠയുടെ എന്താ പറയാ സ്പെഷ്യാലിറ്റീസിനെ കുറിച്ചും ചോദിക്കാം. നമസ്കാരം, താങ്കളുടെ പേര്? എന്റെ പേര് പ്രസാദ് ഭട്ടതിരിപ്പാട്. ഇവിടെ പ്രതിഷ്ഠകൾ 2 വർഷമായി. 2 വർഷം മുമ്പാണ് പ്രതിഷ്ഠയൊക്കെ നടന്നത്. പല സമയങ്ങളിലായിട്ടാണ് പ്രതിഷ്ഠ നടന്നത്. ഇത്രയും ഏകദേശം 60-ന് മുകളിൽ പ്രതിഷ്ഠകൾ ഉണ്ട് ഇവിടെ. അപ്പൊ ഒരേ സമയത്ത് ചെയ്യാൻ പറ്റില്ല. ഒരു 2 മാസം എടുത്തു മുഴുവൻ പ്രതിഷ്ഠകളും കഴിയാനായി. അപ്പൊ ഞാനിവിടുത്തെ പ്രധാന മേശാന്തിയാണ്. പല മേശാന്തിമാരുണ്ട്, ഓരോ സെക്ഷനിലും ഓരോ മേശാന്തിമാരൊക്കെ ഉണ്ട്. ഒരുപാട് പ്രതിഷ്ഠകളുണ്ട്. അതെ, അപ്പൊ എല്ലാ സ്ഥലത്തും നിത്യപൂജയുള്ള
60-ന് മുകളിൽ പ്രതിഷ്ഠകളുണ്ട് ഇവിടെ. അപ്പോൾ പലതും കേരളത്തിലൊക്കെ അപൂർവമായിട്ടുള്ളതാണ്. വളരെ പണ്ട് പുരാതനായിട്ട് ഒരു രാജവംശത്തിന്റെ അവരുടെ ഒരു ക്ഷേത്രവും, ഒരു വലിയ ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ പരിധിയിൽ വരുന്നതാണ് ഈ സ്ഥലങ്ങളൊക്കെ എന്നാണ് അതിന്റെ രേഖകളുണ്ട്. ആ ദേവസ്വത്തിന്റെ ഒരു തിരുവനന്തപുരത്തുള്ള ഒരു സ്വരൂപം അവരുടെയാണ് ഈ സ്ഥലം ആയിരുന്നു പണ്ട്. പഴയ ഇവിടുത്തെ രേഖകളൊക്കെ, പഴയ അടിയാധാരങ്ങൾ ഇതൊക്കെ നോക്കുമ്പോ അവരുടെ ഇത് കാണാറുണ്ട്. അപ്പൊ അവരുടെ ആയിട്ടുള്ള ഒരു ക്ഷേത്രവും അതൊക്കെ നശിച്ചു പോയി. അതിന്റെ സ്ഥലമാണ് ഇത് എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഊരാളനായിട്ടുള്ള ആള് അദ്ദേഹം ഈ സ്ഥലം വേറെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ചപ്പോൾ ഇവിടെ ഇങ്ങനെയാണെന്നൊക്കെ അറിയാത്ത പ്രശ്നം വെച്ച് കണ്ടു. പല പ്രാവശ്യം ദേവപ്രശ്നവും ഇതൊക്കെ നടത്തി. അപ്പോൾ അതിൽ കണ്ട പ്രകാരം ഇവിടെ പരാശക്തിയുടെ പ്രതിഷ്ഠ വേണമെന്നും അദ്ദേഹം ശക്തിയുടെ ഉപാസകനുമാണ്. അതിനോടനുബന്ധിച്ച് അതിൽ പ്രശ്നപ്രകാരം എന്തൊക്കെ കണ്ടുവോ അത് മുഴുവൻ പ്രതിഷ്ഠിക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. എന്താ പറയാ, എന്തെങ്കിലും ഫംഗ്ഷൻ നടത്തുമ്പോൾ നമ്മൾ ഈ ഗോപ്രീതി എന്ന് പറഞ്ഞ് നടത്തും. അത് നടത്തും. അതൊക്കെ ഇതിന്റെ ഒരു ചെറിയ ഭാഗമാണ്. അതെ, ഞാൻ ഈ ഗോമാതാ പ്രതിഷ്ഠയും ഇതേപോലെ ഇവിടെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. അതെ അതെ. അപ്പൊ അതിന്റെ ഒരു സങ്കല്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഗോദാനം ചെയ്യാന്ന് പറഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ ദാനമാണ് ഗോദാനം. കാരണം ഗോമാതാവില് 14 ലോകങ്ങളുണ്ട്. ഗോദാനം ചെയ്യാന്ന് പറഞ്ഞാൽ 14 ലോകങ്ങൾ നമ്മൾ കാണുന്ന ലോകം മുഴുവൻ ദാനം ചെയ്യണമെന്നുള്ള സങ്കല്പത്തിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതിലും വലിയൊരു ദാനമില്ല, പ്രായശ്ചിത്ത ദാനം. ഇത് സാധാരണ ദാനം പോലെ നമ്മളൊരു പുണ്യകർമ്മമായിട്ടോ അതൊന്നുമല്ല. നമ്മുടെ ദോഷം തീരാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന, മനസ്സൊരുക്കി ചെയ്യുന്ന ഒരു കർമ്മമാണത്. അപ്പൊ അങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ സാധാരണക്കാർക്കൊക്കെ വീടുകളിൽ ഇതൊക്കെ ചെയ്യണം വെച്ചാൽ ഇത് സ്വീകരിക്കാൻ ഒരാളെ കൊണ്ടുവരണം, അതിന് വേണ്ട പൂജകൾ ചെയ്യണം, വലിയ ചെലവൊക്കെ വരുന്ന കാര്യമാണ്. ഇത് അനവധി ആൾക്കാരെ ആശ്രയിക്കണം. അപ്പൊ അത് എളുപ്പമായിട്ട് ഇവിടെ നടക്കാൻ വേണ്ടി ഗോമാതാവിന്റെ പ്രതിഷ്ഠയുടെ മുമ്പില് ഈ വസ്ത്ര താമ്പൂല ഫലസഹിതം വേണം ദാനം ചെയ്യാന്ന് പറയും. ഉണ്ട്. അപ്പൊ അത് ആർക്ക് വേണമെങ്കിൽ, പലർക്കും ഇങ്ങനെ കാണും, ജ്യോത്സ്യന്മാരൊക്കെ കണ്ട് പരിഹാരം ഗോദാനം ചെയ്യണം എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ വിസ്തരിച്ച് ഇവിടെ ചെയ്തു കൊടുക്കും. അതിങ്ങനെ ഒരു ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. ഇതുപോലെയുള്ള അനവധി പൂജകൾ ഇവിടെ. സാധാരണ അമ്പലങ്ങളിൽ നമ്മൾ അമ്പലത്തിൽ പോയി തൊഴുന്നു, പായസം നേദിക്കുന്നു, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പോരുന്നു. നമ്മൾ ദേവതയോട് നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ അത് പറയണു, അനുഗ്രഹിക്കണം, പോകും. ഇവിടെ അതല്ല, നമുക്ക് പ്രത്യേകം ഓരോന്നും ഇങ്ങനെ പിൻ പോയിന്റ് ആയിട്ട് ഇന്ന ദോഷം ഉണ്ടെങ്കിൽ അതിന് ഇന്നതാണ്. അതുപോലെ ഗായത്രി ഹോമം വളരെ വിശേഷമാണ്. ജന്മാന്തര ദുരിതഹരാണ് പലതും. പല പൂജകളും ഈ ദുരിതങ്ങൾ വരണതിന് തീർക്കാൻ. ഈ ദുരിതം ജന്മാന്തര കൃതം പാപം വ്യാധി രൂപേണ ജായതേ പറയും. ജന്മാന്തരങ്ങളിൽ നമുക്ക് വരുന്ന ഈ പാപകർമ്മങ്ങളുടെ ഫലം, പാപം എന്ന് പറഞ്ഞാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ എന്തെങ്കിലുമൊക്കെ വരുന്നതാവും. അപ്പൊ അതിനൊക്കെ വരുന്ന ഫലം ദുരിതമായിട്ടാണ് കിട്ടുക. ആ ദുരിതത്തിന് മോചനം, അതിന് പാകത്തിനുള്ള പൂജകൾ ഇവിടെ വളരെ സ്വാഭാവികമായിട്ട് അങ്ങനെ വന്നു. അതായത് അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് അങ്ങനെ വന്നതല്ല. അപ്പൊ ഇവിടുത്തെ പൂജകൾ ഈ 2 വർഷം കൊണ്ട് പതുക്കെ അതിന് പാകത്തിനായിട്ട് തന്നെ വന്നതാണ്. അല്ലാണ്ട് അത് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഇത് അതിനു വേണ്ടി ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടല്ല. അപ്പൊ ഈ സുഹൃതഹോമമായാലും അവിടെ ചെയ്യണതായാലും ഇവിടെ ആചാര്യസ്വാമികളുടെ പ്രതിഷ്ഠയുണ്ട്. അപ്പൊ നമുക്ക് വെച്ച് നമസ്കാരം വന്നുകൊണ്ട് ചെയ്യും. അതും ദുരിതഹരമാണ്. ശാപദോഷങ്ങൾ അതുപോലെയുള്ള നമുക്ക് വന്ന് പെടുന്നത്. ഇതിനൊന്നും വേറെ പരിഹാരങ്ങളില്ല. നമുക്ക് ദേവതയോട് അല്ലെങ്കിൽ ഒരു പൂജ ചെയ്ത് മാറ്റാൻ പറ്റുന്നതല്ല. ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ അത് അതെ. അതുപോലെ മൂലസ്ഥാനത്ത് മെഡിറ്റേഷന് വളരെ പ്രാധാന്യമുള്ളതാണ്. അവിടെ നെയ്വിളക്ക് കത്തിച്ചു വെച്ചുകൊണ്ട് കുറച്ചു നേരം ധ്യാനിച്ചിരിക്കുന്നവർക്കൊക്കെ നല്ലോണം അനുഭവം പലരും പറയാറുണ്ട്.
അപ്പോ നന്ദിയുണ്ട് ഇത്രയും എന്താ പറയാ ഇത്രയും വ്യക്തമായി ഞങ്ങൾക്ക് ഇതിങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പറഞ്ഞു തന്നതിൽ വളരെയധികം നന്ദിയുണ്ട്. അപ്പോൾ ഞാൻ എന്റെ വ്യൂവേഴ്സിന് എല്ലായിടത്തും പറയാം, ഞാനിങ്ങനെ ഇന്ന് ഞാൻ പ്രിപ്പയർഡ് അല്ല, ഞാൻ മൈക്ക് പോലും കൊണ്ടുവന്നില്ല, പെട്ടെന്ന് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അങ്ങനെയാണ് ഞാൻ ചേട്ടനോട് ചോദിച്ചത്. അപ്പോൾ ഇന്ന് താങ്കളിൽ നിന്നും ഇത്രയും ഒരു ഇൻഫോർമേഷൻസ് അറിവ് എപ്പോഴും നമുക്ക് ഫലപ്രദം അല്ലേ. അപ്പം അത്രയും നിങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തന്നതിന് വളരെയധികം നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്. എനിക്ക് ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വൈബ്. അപ്പൊ ഞാൻ നിങ്ങളുടെ അടുത്ത് എനിക്ക് ഷെയർ ചെയ്യണം തോന്നി. അപ്പൊ ഞാൻ ഇത് പ്രിപ്പയർഡ് അല്ലാത്തതുകൊണ്ട് എനിക്ക് മൈക്കില്ല, അതേപോലെ ലൈറ്റ്സും ഒക്കെ കുറച്ച് എന്താ പറയാ ഓക്കെ ആണ്. ഇതാണ് ദേവിയുടെ പ്രതിഷ്ഠയുള്ള അമ്പലം. അതേപോലെ ഇപ്പുറത്തെ സൈഡില് ശിവന്റെ അമ്പലമാണിത്. നടുക്ക് ഇവിടെ വിഷ്ണു. സോ വിഷ്ണു, പിന്നെ പരമേശ്വരി, ഇപ്പുറത്ത് പാർവതി ദേവി, ഇപ്പുറത്ത് ശിവൻ, അങ്ങനെയാണ് പ്രതിഷ്ഠ. പിന്നെ ഒരുപാട് എന്താ പറയാ ഉപപ്രതിഷ്ഠകളും ഉണ്ട്. സോ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ടെമ്പിൾ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം നിങ്ങൾ എല്ലാവരും ഇവിടെ വരണേ. ഞാനപ്പോൾ ഇവിടെ നിങ്ങൾ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് യു ക്യാൻ ഫീൽ എ വൈബ്. ആക്ച്വലി ഇത് ശരിക്കും 14 ഏക്കറിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പം അതിനോണ്ട് അതിൻ്റെതായ ഒരു ക്യാൻ ബ്രീത്ത്. നല്ല രസമുണ്ട്. അപ്പം എല്ലാവരും വരണം. ഓക്കെ.